ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെള്ളത്തിന് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. സ്വന്തം ആവശ്യങ്ങൾക്ക് പോലും വെള്ളം തികയുന്നില്ല, പിന്നെ എങ്ങനെയാണ് ചെടികൾ വളർത്തുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളും കുറവല്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വീട്ടിൽ ചെടികളോ മറ്റ് കൃഷികളോ ഒക്കെ ചെയ്യുന്നതിന് വിമുഖത കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ശരിക്കും വെള്ളം ഇല്ലാത്തതല്ല, നമുക്ക് ലഭിക്കുന്ന വെള്ളം നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കാത്തതാണ് പ്രശ്നം. അപ്പോൾ അതിന് എന്താണ് വഴിയെന്ന് ചോദിച്ചാൽ അതിന് ഒരുപാട് വഴികളുണ്ട്. അതിൽ ഒരു വഴിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ട് നിന്ന ഈ സ്റ്റെയർ കേസ് ഉണ്ടല്ലോ, ഈ സ്റ്റെയർ കേസ് നമുക്ക് രണ്ടാമത്തെ നിലയിലേക്ക് കയറി പോകാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്ത്, ഇതിൻ്റെ അടിയിലായിട്ട് ഒരല്പ സ്ഥലമുണ്ട്. അപ്പോൾ ഈ സ്ഥലത്താണ് നമ്മൾ തുണികൾ നനയ്ക്കുന്നത്. നമുക്ക് വീട്ടിൽ ഏറ്റവും അധികം ഒരു വീട്ടിൽ വെള്ളം ചിലവാകുന്ന കാരണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് തുണി നനയ്ക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ നനകല്ലാണ്. നമ്മുടെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വീട്ടിൽ കിണറില്ല, നമുക്കാകെ പൈപ്പ് ലൈൻ വാട്ടറാണുള്ളത്. അതും ആഴ്ചയിൽ 2 ദിവസം, ശനിയാഴ്ചയും ബുധനാഴ്ചയും. ഈ 2 ദിവസത്തെ വെള്ളം കൊണ്ടാണ് നമ്മൾ ഈ വീട്ടിലെ മുഴുവൻ ചെടികളും നമ്മളും മൃഗങ്ങളും എല്ലാവരും ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ ടെറസിൽ ഒരു 500-ന്റെ 2 ടാങ്ക് വെച്ചിട്ടുണ്ട്, മൊത്തത്തിൽ 1000 ലിറ്റർ. ഈ 1000 ലിറ്റർ കൊണ്ട് വേണം ശനിയാഴ്ച വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞായർ, തിങ്കൾ, ചൊവ്വ, അത് കഴിഞ്ഞ് ബുധനാഴ്ച രാവിലെ വരെ, എന്ന് വെച്ചാൽ 3 പൂർണ്ണമായിട്ടുള്ള ദിവസങ്ങൾ നമ്മൾ ഈ 1000 ലിറ്റർ വെള്ളം കൊണ്ടാണ് ജീവിക്കാനുള്ളത്. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് ഈ കുറച്ച് വെള്ളത്തിൽ നമ്മുടെ കാര്യങ്ങളും അതുപോലെ തന്നെ ചെടികൾ നനയ്ക്കുന്നതിനും ഉപയോഗിക്കാൻ കഴിയുന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. ഈ വരുന്ന വെള്ളം ഇവിടെ ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട്, ഇത് മുകളിലത്തെ ടാങ്കിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഈ വെള്ളം നമ്മൾ തുണി നനയ്ക്കാനായിട്ട് ഈ ശനിയാഴ്ചയും ബുധനാഴ്ചയും അല്ലാത്ത വെള്ളം വരാത്ത ദിവസങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാറില്ല. പകരം നമ്മൾ ആ ദിവസങ്ങളിൽ നമ്മൾ തുണി നനയ്ക്കാനായിട്ട് ഇവിടെ ഒരു ബാരൽ വെച്ചിട്ടുണ്ട്. ഈ ഒരു ബാരലിലാണ് നമ്മൾ ആ വെള്ളം വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഈ ബാരലിലും കൂടി വെള്ളം പിടിച്ചു വയ്ക്കാറുണ്ട്. ഇതൊരു 200 ലിറ്റർ കപ്പാസിറ്റി ഉള്ളൊരു ബാരലാണ്. ഇത് ഞാൻ ഒരു ആക്രിക്കടയിൽ നിന്ന് 350 രൂപ കൊടുത്ത് വാങ്ങിച്ചതാണ്. സാധാരണ രീതിയിൽ ഇതുപോലൊരു ബാരൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ 1000 രൂപയാവും കടകളിൽ. പിന്നെ ഇത് ക്ലീൻ ചെയ്യാത്ത ഒരു ബാരലായതുകൊണ്ടാണ്, ഇതിൽ ടാറ് വന്ന ബാരലാണ്, അതുകൊണ്ടാണ് ഇതിന് ഈ വിലയിൽ കിട്ടിയത്. ഇതിൽ മറ്റ് ഈച്ചയോ കൊതുകുകളോ ഒക്കെ വന്ന് മുട്ടയിടാതിരിക്കാനായിട്ട് ഞാനിതിനെ ഇങ്ങനെ ഒരു കവർ കൊണ്ട്, ഒരു ബോർഡ് കൊണ്ട് അടച്ച് സൂക്ഷിക്കാറുമുണ്ട്. ഇന്നലെ ശനിയാഴ്ചയായിരുന്നു, അപ്പോൾ ഇത് ഇന്നലെ പിടിച്ചു വെച്ച വെള്ളമാണ്. ഈ വെള്ളം വരുന്ന ദിവസം ഞാൻ ഈ ബാരൽ നിറയെ വെള്ളം പിടിച്ചു വയ്ക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ മുകളിലത്തെ ടാങ്കിൽ നിന്ന്, ടെറസിലിരിക്കുന്ന ടാങ്കിൽ നിന്നുള്ള വെള്ളം നമുക്ക് ഈ തുണി നനയ്ക്കുന്ന ഉപയോഗങ്ങൾക്ക് ഉപയോഗിക്കാതെ നമുക്ക് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ വെള്ളം വരാത്ത ദിവസങ്ങളിലാണ് നമ്മളിപ്പോൾ തുണികൾ ശരിക്കും നനയ്ക്കുന്നത്. ഈ വെള്ളം വരുന്ന ദിവസങ്ങളിലല്ല നനയ്ക്കുന്നത്. കാരണം ഇപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഇപ്പം വളരെ കഠിനമായ വേനലാണ്, എല്ലാ ദിവസവും ചെടികൾ നനച്ചു കൊടുക്കേണ്ടി വരും, ഇല്ലെങ്കിൽ ഇതൊക്കെ വാടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെള്ളം വരാത്ത ദിവസങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് ചെടി നനയ്ക്കുന്നതെന്ന് വെച്ചാൽ, ഈ ദിവസങ്ങളിൽ നമ്മൾ തുണി നനയ്ക്കാനായിട്ട് ഈ ബാരലിൽ നിന്ന് വെള്ളം എടുക്കും. ഞാൻ അതിൻ്റെ ഒരു കുഞ്ഞ് ഡെമോ കാണിച്ചു തരാം. ഇതേപോലെ ഒരു ബക്കറ്റ് വെച്ചിട്ട് ഇതിൽ വെള്ളം ഇതിൽ നിന്ന് എടുത്ത് വീഴ്ത്തിയിട്ട് ഈ തുണികൾ നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ നനയ്ക്കും. അപ്പോൾ ഈ നനയ്ക്കുന്ന വെള്ളം ഈ പൈപ്പ് വഴി കറങ്ങി ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് വെള്ളം വന്ന് വീഴും. എന്ന് വെച്ചാൽ ഏകദേശം ഒരു 3-3.5 ബക്കറ്റ് ഇതിൽ നിറയെ വെള്ളം ആകുമ്പോഴേക്കും ഈ ഒരു ബാരൽ, ഈ ഒരു ചെറിയ ബാരലല്ല, ഈ പാത്രം നിറയും. അങ്ങനെ ഈ തുണി നനയ്ക്കുന്ന വെള്ളം ഇതിൽ നിറയുന്ന സമയത്ത് ഈ ബക്കറ്റിൽ തന്നെ ഈ മഗ് കൊണ്ട് മുക്കിയെടുത്ത് ഇതിൽ വീഴ്ത്തിയിട്ട് കൊണ്ട് ഈ സൈഡിൽ നിൽക്കുന്ന ചെടികൾക്കെല്ലാം, ഇവിടെ അടുത്തായിട്ട് നിൽക്കുന്ന ചെടികൾക്കെല്ലാം ഈ വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഈ സോപ്പ് വെള്ളം ചെടികൾക്ക് ഒഴിക്കുന്നത് നല്ലതല്ലല്ലോ എന്ന്. സോപ്പ് വെള്ളം ചെടികൾക്ക് ഒഴിക്കുന്നത് നല്ലതല്ല, പക്ഷേ ഇത് വെറും സോപ്പ് വെള്ളമല്ല. ഇങ്ങനെ തുണി കഴുകി വരുന്ന വെള്ളം ഇത് വളരെ ഡൈല്യൂട്ടഡ് സോപ്പ് വാട്ടറാണ്. എന്ന് വെച്ചാൽ ഈ ഡൈല്യൂട്ടഡ് സോപ്പ് വാട്ടർ ചെടികൾക്ക് യാതൊരു ദോഷം ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല, ചെടികൾക്ക് ഗുണമേ ഉണ്ടാക്കുകയുള്ളൂ. കാരണം ഈ ചെറിയ കീടങ്ങളൊന്നും, നമ്മളെ ഈ ചെടികളെ അഫക്റ്റ് ചെയ്യുന്ന ചെറിയ രീതിയിലുള്ള കീടങ്ങളൊന്നും പെട്ടെന്നൊന്നും ഈ ഡൈല്യൂട്ടഡ് സോപ്പ് വാട്ടർ സ്ഥിരമായി ഒഴിക്കുന്ന ചെടികളെ ബാധിക്കാറില്ല എന്നുള്ളതാണ് ഞാൻ പ്രാക്ടിക്കലി മനസ്സിലാക്കിയ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. സയൻറ്റിഫിക്കലി എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ അതിന് ഞാൻ ഒരു നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പ്രൂവ് ആവുന്നൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളുടെയൊക്കെ വീട്ടിൽ നനകല്ലുണ്ടെന്നുണ്ടെങ്കിൽ ഈ നനകല്ലിൻ്റെ ചുറ്റുമൊക്കെ വെള്ളം മണ്ണിൽ വീണ് കിടക്കാനുള്ള ഒരു സാഹചര്യം ഉള്ളിടത്താണെങ്കിൽ നിങ്ങളൊരു കരണ്ടി കൊണ്ടോ തൂമ്പ കൊണ്ടോ ആ ഭാഗത്ത്
ഒന്ന് കിളച്ച് നോക്കി, ചെറുതായിട്ടൊന്ന് മണ്ണിളക്കി നോക്കിക്കഴിഞ്ഞാൽ അവിടെ മണ്ണിര കാണാൻ കഴിയും. എന്ന് വെച്ചാൽ ഈ ഡൈല്യൂട്ടഡ് സോപ്പ് വാട്ടർ ദോഷകരമാണെങ്കിൽ മണ്ണിരകൾക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ ഒന്ന് മനസ്സിലാക്കുക. നമ്മളിതിൽ കൂടിപ്പോയാൽ 1 സ്പൂണ് സോപ്പ് പൊടി ഇടും, എന്നിട്ട് ഇതിൽ നിറച്ച് തുണി വെച്ചിട്ട് നമ്മൾ ഈ തുണികൾ ഈ നനകല്ലിൽ വെച്ച് നനയ്ക്കും. എന്നിട്ട് അതിന് വീണ്ടും ആ സോപ്പ് തുണിയിൽ നിന്ന് കഴുകി കളയാൻ വേണ്ടി വീണ്ടും 2-3 വെള്ളം നമ്മളെടുത്ത് കഴുകാറുണ്ട് അല്ലേ. അപ്പോൾ ഈ 1 സ്പൂണിൽ ഒരു 3-4 ബക്കറ്റ് വെള്ളം മിക്സ് ആകുമ്പോൾ അത് വളരെ ഡൈല്യൂട്ടഡ് ആവും. അത് നമ്മുടെ ചെടികൾക്കൊക്കെ വളരെ ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇങ്ങനെ വെള്ളം നമുക്ക് ലാഭിക്കാൻ കഴിയും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇവിടെ തൊട്ടടുത്തൊരു കറ്റാർ വാഴയൊക്കെ ഉണ്ട്. ഒരു ക്ഷീണവും ഇല്ല, ഒരു കുഴപ്പമില്ലായിരിക്കും ഈ കറ്റാർ വാഴയിൽ ഈ വെള്ളമാണ് ഒഴിക്കുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ തൊട്ടടുത്തതാ വളരെ പച്ചപ്പിലൊരു ചെടി നിൽപ്പുണ്ട്, ഇതിനും ഈ വെള്ളമാണ് ഒഴിക്കുന്നത്. ഇതിൻ്റെ മുകളിലും ഒരു ആശാനുണ്ട്. ഇവരെല്ലാവരും നല്ല കൊഴുത്ത് നല്ല സൂപ്പറായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഇതൊക്കെ നോക്കിയോ, ഇവിടെയൊക്കെ ശ്രദ്ധിച്ചോ. ഇവർക്കെല്ലാവർക്കും ഞാൻ ഒഴിക്കുന്നത് ഈ വെള്ളമാണെന്നുള്ളതാണ്. നമുക്കല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ 1000 ടാങ്കിന് പകരം 1000 ലിറ്റർ എന്നുള്ളത് 2000-3000 ലിറ്ററൊക്കെ വാങ്ങി വയ്ക്കേണ്ടി വരും. അപ്പോൾ അതിനുള്ള സെറ്റപ്പ് എന്തായിരുന്നാലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന കാര്യം, നമ്മൾ ജീവിക്കുമെങ്കിൽ, നമുക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ, നമുക്ക് ജീവിക്കാനുള്ള വെള്ളം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെടികൾക്ക് ജീവിക്കാനുള്ള വെള്ളവും നമുക്ക് അതിൽ നിന്ന് തന്നെ, നമ്മുടെ വീട്ടിലെ നമ്മളെപ്പോലുള്ള അംഗങ്ങളാണല്ലോ ഈ ചെടികളും മൃഗങ്ങളും എല്ലാം. അപ്പം നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ പാഴാക്കി കളയുന്ന വെള്ളം മതി അവർക്ക് ജീവിക്കാനെന്നുള്ളതാണ്. നമുക്ക് വെള്ളമില്ല എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ അവർ ഇത്തരം ചെറിയ ടെക്നിക്കുകൾ പരീക്ഷിച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ഇത് ഞാൻ പറഞ്ഞില്ല, ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. അതൊക്കെ ഞാൻ ഓരോന്നായിട്ട് വേറെ വീഡിയോകളിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിലൊരു ചെറിയ സൊല്യൂഷൻ മാത്രമാണ് ഈ ഒരു ബേരലും ഈ ഒരു നനകല്ലും ഈ ഒരു വെള്ളം പിടിച്ച് വയ്ക്കാനുള്ള പാത്രവും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഏതായിരുന്നാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ.